SFIO പരിശോധന തടയണമെന്ന KSIDCയുടെ ഹർജി ഹൈക്കോടതി തള്ളി. SFIO മുന്നറിയിപ്പില്ലാതെ പരിശോധന നടത്തുന്നുവെന്നായിരുന്നു KSIDCയുടെ വാദം. KSIDC എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്നും ഒളിക്കുവാൻ എന്തെങ്കിലുമുണ്ടോ എന്നും കോടതി ചോദിച്ചു. ഒന്നും ഒളിക്കാനില്ലെന്ന് KSIDC മറുപടി നൽകി. ഷംന അശോക് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ഷംന, ഇപ്പോൾ KSIDC ഓഫീസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണോ ഇത്തരത്തിലൊരു ആവശ്യവുമായിട്ട് KSIDC കോടതിയെ സമീപിച്ചിരിക്കുന്നത്? എന്താണ് കോടതി പറഞ്ഞത്? എന്തായിരുന്നു KSIDCയുടെ ആവശ്യം? അടിയന്തരമായാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായി KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന ആവശ്യം KSIDC മുന്നോട്ട് വെച്ചിരുന്നു. ഈ SFIO നിലവിൽ നടത്തുന്ന പരിശോധനയും ഒപ്പം തന്നെ രേഖകൾ ആവശ്യപ്പെടുന്നതുകൊണ്ടുള്ള SFIOയുടെ തീരുമാനവും റദ്ദ് ചെയ്യണം, അല്ലെങ്കിൽ അത് സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് KSIDC മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഹൈക്കോടതി അത് ഈ ഘട്ടത്തിൽ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല, എന്താണ് രേഖകൾ കൊടുക്കാനുള്ള തടസ്സം എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. രേഖകൾ കൊടുക്കാനും കൊടുക്കാതിരിക്കാനും KSIDCക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രേഖകൾ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിനെ എന്തിനാണ് ഭയപ്പെട്ടത് എന്നുള്ളതാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിട്ടുള്ളത്. നാളെയും മറ്റന്നാളും പരിശോധന ഉണ്ടാകുമെന്നാണ് അറിവ്. ഒളിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് KSIDC ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ഈ പരിശോധന പക്ഷേ അനാവശ്യമാണ് എന്നുള്ള കാര്യം KSIDC ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ KSIDC പറഞ്ഞിട്ടുള്ള ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുന്നില്ല. അതായത് പരിശോധനയും ഒപ്പം തന്നെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു തീരുമാനവും റദ്ദാക്കണം എന്നുള്ളതാണ് KSIDC ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഈ ഹർജി KSIDCയുടെ ഹർജി ഹൈക്കോടതി ഈ മാസം 12ലേക്ക് പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. ശരി, SFIO പരിശോധന തടയണമെന്ന KSIDCയുടെ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഷംന, നമുക്കറിയാം SFIOയുടെ അന്വേഷണം, KSIDCയിലെ അന്വേഷണം ഇപ്പോഴും തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടി ആയിരിക്കണം KSIDC ഇത്തരത്തിലൊരു ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കോടതി എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്? ഒപ്പം തന്നെ ഇനി ഈ ഹർജി പരിഗണിക്കാനിരിക്കെ എന്തെല്ലാം വിഷയങ്ങളായിരിക്കും കോടതിയുടെ പരിഗണനയിൽ വരിക? കോടതി എങ്ങനെയായിരിക്കും ഇതിനെ കൈകാര്യം ചെയ്യുക? SFIO അന്വേഷണം ചോദ്യം ചെയ്തുകൊണ്ടാണ് ആദ്യം ഒരു ഹർജി KSIDC നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നീട് ഇത്തരം ഒരു പരിശോധന കൂടി വന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി KSIDC ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നടക്കുന്ന പരിശോധന സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ്. അതായത് പരിശോധന റദ്ദാക്കാനുള്ള ഒരു നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് KSIDC പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ പല ഘട്ടങ്ങളിലും കോടതി ചോദിച്ചിട്ടുള്ള അതേ ചോദ്യം ഇന്നും KSIDCയോട് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ പരിശോധനയെ ഭയക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അന്വേഷണവുമായി KSIDC സഹകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. സത്യം പുറത്തു വരേണ്ടത് കൊണ്ട് തന്നെ ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയിൽ KSIDC അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും പ്രധാനമായി ഹൈക്കോടതി KSIDCയുടെ നിലവിലുള്ള ആവശ്യം അംഗീകരിക്കുന്നില്ല. അവരുടെ ആവശ്യം പൂർണ്ണമായും തള്ളിയിട്ടുണ്ട്. അതായത് ഇന്നത്തെ പരിശോധനയും ഈ രേഖകൾ നൽകണം എന്നുള്ള ആവശ്യം തള്ളിയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളിലേക്ക് കോടതി കൂടുതൽ വാദങ്ങളിലേക്ക് കടന്നിട്ടില്ല. പ്രത്യേകിച്ച് SFIO അന്വേഷണം എന്തിനായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല. ഇതിൽ SFIO അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയും ഇതേ ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങൾ കോടതി വിശദമായി പിന്നീടായിരിക്കും കേൾക്കുക. നിലവിൽ കമ്പനികാര്യ നിയമം 210 പ്രകാരവും 212 പ്രകാരവുമാണ് അന്വേഷിച്ചിട്ടുള്ളത്. ഒന്ന് സിവിൽ കേസാണ്, മറ്റൊന്ന് ക്രിമിനൽ കേസാണ്. ഈ 212 പ്രകാരം SFIO അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാനുള്ള അവർക്ക് അത്തരത്തിലുള്ള ഒരു അധികാരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ഒരു സർക്കാർ സ്ഥാപനമാണ് KSIDC. അവരുടെ ക്രെഡിബിലിറ്റി കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങളെ അംഗീകരിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായും ഈ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ആ ആവശ്യം ഹൈക്കോടതി ഘട്ടത്തിൽ അംഗീകരിക്കുന്നില്ല. അവരുടെ അത്യാവശ്യമായ ഹർജിയിൽ വാദം കേൾക്കണം എന്നുള്ള ആവശ്യമാണ് ഹൈക്കോടതി തള്ളുന്നത്. അത് മറ്റു കാര്യങ്ങൾ, അതായത് SFIO അന്വേഷണം തന്നെ റദ്ദാക്കണം, അത് അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം റദ്ദാക്കണമെന്ന് KSIDC ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ മാസം 12-ാം തീയതി ആയിരിക്കും വാദം കേൾക്കുക. അത് തിങ്കളാഴ്ചയായിരിക്കും. അത് വാദം കേട്ടതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. ഏതായാലും KSIDC അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് ഹൈക്കോടതി എടുക്കുന്നില്ല. ഒപ്പം തന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി KSIDCയുടെ മുൻപിലേക്ക് ഹൈക്കോടതി വെക്കുകയും ചെയ്തിട്ടുണ്ട്.
ശരി, SFIO പരിശോധന തടയണമെന്ന KSIDCയുടെ അടിയന്തര ഹർജിയാണ് ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. SFIO മുന്നറിയിപ്പില്ലാതെ പരിശോധന നടത്തുന്നു എന്നായിരുന്നു KSIDCയുടെ വാദം. പക്ഷേ KSIDC എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത്, ഒപ്പം തന്നെ ഒളിക്കുവാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം കോടതി ചോദിച്ചിരിക്കുന്നു. ഒന്നും ഒളിക്കാനില്ലെന്നാണ് KSIDC നൽകിയ മറുപടി.